ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ചാനൽ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു കാര്യം കുറേ കുട്ടികൾക്ക് അറിയുന്നതാണ്, പക്ഷേ ഒത്തിരി അധികം കുട്ടികൾക്ക് എപ്പോഴും അറിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ കുറേ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലുള്ളൊരു ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ട് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സെർച്ചിങ് കൊടുക്കുക. സെർച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇങ്ങനൊരു പേജ് ലോഡായി വരുന്നതായിരിക്കും. അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ഓൺലൈൻ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണും. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഉള്ളിൽ കയറാവുന്നതാണ്. ഉള്ളിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ടൈറ്റിൽ, പബ്ലിഷിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാവുന്നതാണ്. സോ ഏതൊക്കെ ദിവസത്തിൽ എന്തൊക്കെ റിസൾട്ടാണ് വന്നിട്ടുള്ളത്, ആരുടെയൊക്കെയാണ് എന്നിവിടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിങ്ങളുടെ റിസൾട്ട് ഏതാണോ അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് മുകളിലോട്ട് നോക്കുന്ന സമയത്ത് ഒരു 3 ഡോട്ട് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കോഴ്സ് എന്ന് ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് SDAക്കാരുടെ റിസൾട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. സോ അവിടെ റീവാലുവേഷൻ റിസൾട്ട്, ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട്, സപ്ലിമെൻ്ററി റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും താഴെ സെക്കൻഡ് സെമസ്റ്ററുടെ റിസൾട്ടും കാണിക്കുന്നുണ്ട്. സോ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ സെക്കൻഡ് സെമസ്റ്റർ എക്സാം എടുത്തിട്ടുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ SDE, CB, CSS, BCom, BBA റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ഏപ്രിൽ 2024 19 അഡ്മിഷൻ്റെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇവിടെ ID ടൈപ്പ് ചെയ്തിട്ട് I am not robot എന്നുള്ള സംഭവം ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് റിസൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. സോ റിസൾട്ട് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും വരുന്നത്. നിങ്ങളുടെ ഏതാണ് സെമസ്റ്റർ, നിങ്ങളുടെ ഏതാണ് പ്രോഗ്രാം, അതേപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ നെയിം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിസൾട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പാസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് ഉണ്ട് എന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഗൈഡ്, എല്ലാ കാര്യങ്ങളും ഇതിൽ വ്യക്തമായി കാണിക്കുന്നതാണ്. സോ അതിന് താഴെ തന്നെ എത്ര മാർക്കാണ് പാസ്സാവാനുള്ളത് എന്ന ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. സോ ഇനി മുതൽ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈലിൽ തന്നെ PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിന് എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. കാരണം ഇത് മിസ്സായി കഴിഞ്ഞാൽ ഇനി ഈ റിസൾട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ താങ്ക് യു.